പൂനെയിൽ പാലം തകർന്ന അപകടം 30 വിനോദസഞ്ചാരികൾ നദിയിൽ വീണു. അഗ്നിശമന സേന NDRF ടീമുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ നടക്കുകയാണ് അവിടെ? വലിയ അപകടമാണ് പൂനെയിൽ ഉണ്ടായിട്ടുള്ളത്. മാവൽ താലൂക്കിലെ കുന്തമലയിൽ ഇന്ദ്രയാനി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. ഈ കുന്തമല ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഏതാണ്ട് 30ഓളം പേര് ഒരേ സമയം തന്നെ ആ പാലത്തിലുണ്ടായിരുന്നു. പഴയ പാലമാണ്, അതുകൊണ്ടാണ് ആ പാലം തകർന്നെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 30ഓളം ആളുകൾ ഒരേ സമയം പാലത്തിന് മുകളിൽ കയറി നിന്നാണ് അപകട കാരണം. 25ഓളം ആളുകൾ വെള്ളത്തിൽ വീണു, നദിയിൽ വീണു. വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ നദിയാണത്. ഇന്ദ്രായണി നദി കാണാനും ആ നദിയിലെ വെള്ളച്ചാട്ടം കാണാനുമാണ് ആളുകൾ വരാറുള്ളത്. പാലത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ആളുകൾ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നത്. ആൾത്തിരക്ക് കൂടിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 20ഓളം ആളുകൾ നദിയിൽ വെള്ളത്തിൽ വീണിട്ടുണ്ട്. 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വലിയ ക്ഷേത്ര ഗ്രാമമായിട്ടാണ് കുന്തമല അറിയപ്പെടുന്നത്. ആ കുന്തമലയിൽ എത്തുന്ന ആളുകൾ ആദ്യം പോകുന്നത് ഇവിടേക്കാണ്, ഈ പാലത്തിന് മുകളിലേക്കാണ്. ഇവിടെ നിന്നുകൊണ്ട് മൺസൂൺ സീസണിൽ, അതായത് മഴക്കാലമാകുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ആ നദി കാണുക, ആസ്വദിക്കുക എന്നുള്ളത് കുന്തമലയുടെ പ്രത്യേകതയാണ്. അവധി ദിവസമായതിനാൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതാണ് അപകട കാരണമെന്നും പറയുന്നുണ്ട്. പൂനെ നഗരത്തിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. ഒരു പരിധിവരെ മലയാളികളടക്കം സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുന്തമല വെള്ളച്ചാട്ടവും ഇന്ദ്രായണി നദിയും ആ ക്ഷേത്ര ഗ്രാമവും എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പരിചിതമായ സ്ഥലം കൂടിയാണ്. പഴയ മുംബൈ പൂനെ ഹൈവേയിലാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര ഗ്രാമവും വരുന്നത്. പാറക്കെട്ടുകൾ നിറഞ്ഞ നദിയിലെ വെള്ളച്ചാട്ടം കാണാനാണ് ആളുകൾ എത്തുന്നത്. പാലത്തിന്റെ പഴക്കമാണ് അപകട കാരണമായി കണക്കാക്കുന്നത്. ലക്ഷ്മി.